ഹായ് സുഹൃത്തുക്കളെ, RRT അംഗം ജയസൂര്യയെ കടുവ ആക്രമിച്ചു എന്നുള്ളതാണ് നമുക്കിപ്പോൾ പഞ്ചാരക്കൊല്ലിയിൽ നിന്ന് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ വിവരം. ഈ കടുവേനെ ഷൂട്ട് ചെയ്ത് കൊല്ലണം എന്ന ജനങ്ങളുടെ ആവശ്യത്തെ അംഗീകരിച്ച ഗവൺമെന്റ് RRT അംഗങ്ങളെയും ഫോറസ്റ്റ് വിഭാഗത്തെയൊക്കെ നിയോഗിക്കുകയുണ്ടായി. ഇവര് കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ നരഭോജിയായിട്ടുള്ള കടുവയെ തെരഞ്ഞുകൊണ്ടുള്ള വനത്തിനുള്ളിലുള്ള തിരച്ചിലിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. എന്നാൽ കയ്യിലിരുന്ന ഷീൽഡ് ഉപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹം കടുവയെ പ്രതിരോധിക്കുന്നു. എന്നാൽ നിസ്സാര പരിക്കുകളോടെ ഇദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി. ഇതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ നേരത്തെ ഇതിലേക്ക് നയിച്ച സാഹചര്യം എന്താണെന്നുള്ളത് നമുക്കറിയാം. മാനന്തവാടിയിൽ നിരന്തരമായിട്ടുള്ള കടുവയുടെ ആക്രമണങ്ങൾ, കടുവയുടെ ഭീഷണികൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് രാധ എന്ന ആദിവാസി യുവതി രാവിലെ ഭർത്താവ് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ആ സ്ത്രീയെ കൊണ്ടുവന്ന് കാപ്പി തോട്ടത്തിൽ ഇറക്കി വിടുന്നു. അവരവിടുന്ന് കാപ്പി പറിക്കുന്നു, അവർ വീട്ടിലേക്ക് പോകുന്നു. ഇതായിരുന്നു ഈ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് അവരുടെ പതിവ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്നാൽ ഈ കൃത്യം നടന്ന, അല്ലെങ്കിൽ ഈ ഒരു സംഭവം നടന്ന ദിവസം വനം വാച്ചർ അദ്ദേഹത്തിന്റെ ഭാര്യ അതെ അവിടെ ഇറക്കി വിടുന്നു. ഇറക്കി വിട്ടിട്ട് അദ്ദേഹം പോകുന്നു. അദ്ദേഹത്തെ യൂണിഫോം എടുത്ത് ധരിച്ച് ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങുന്നു. ഒരു അല്പസമയം കഴിയുമ്പോൾ ഒരു സ്ത്രീയുടെ ജഡം വനത്തിനുള്ളിൽ കിടക്കുന്നു എന്ന് കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഓടി വരുന്നത്. ഒരിക്കലും തന്റെ ഭാര്യ ആകുമെന്നോ ഒന്നും അദ്ദേഹം പ്രതീക്ഷിച്ചില്ല. ഞെട്ടലുളവാക്കിയതാണ് പിന്നീടുള്ള വാർത്തകൾ. താൻ നോക്കുമ്പോൾ തന്റെ ഭാര്യ ഉടുത്തിരുന്ന അതേ ഡ്രസ്സ്, ആ ഡ്രസ്സ് കണ്ടിട്ടാണ് അദ്ദേഹം തന്റെ ഭാര്യയാണെന്നത് സ്ഥിരീകരിക്കുന്നത്. കാരണം ആ ശരീരത്തിൽ തലയുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ശരീരം മുഴുവനും കടുവ തിന്ന് വികൃതമായ രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വളരെ വലിയ പ്രതിഷേധത്തിലും പ്രക്ഷോഭത്തിലുമാണ്. ജനങ്ങൾ പറയുന്നത് അത് അവർക്ക് അവിടെ താമസിക്കാൻ സാധിക്കാത്ത വിധമുള്ള ഭയാശങ്കകൾ അവർക്കുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഈ ബോഡി റിലീസ് ചെയ്ത് കൊടുക്കാൻ ജനങ്ങൾ സമ്മതിച്ചില്ല. കാരണം ഇതിനു മുമ്പിട്ട് നമുക്കറിയാം, തോമസ് എന്ന് പറയുന്ന ഒരു കർഷകനെയും കടുവ ഇതേപോലെ അദ്ദേഹത്തിന്റെ കൃഷിഭൂമിയിൽ കയറി ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. അന്നും ഇതുപോലെ വലിയ പ്രക്ഷോഭം ഉണ്ടായതാണ്. ഇതിപ്പോ ഇങ്ങനെ ഒരു തുടർക്കഥയായി മാറുന്നു എന്നുള്ളത് ജനങ്ങളെ വളരെ വലിയൊരു ആശങ്കയിലേക്കാണ് തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് ശക്തമായിട്ട് പ്രതിഷേധിക്കും. പ്രത്യേക മലയോര കർഷകർ, അവർക്ക് എല്ലാക്കാലത്തും അവർ ഈ മൃഗങ്ങളോടും വന്യജീവികളോടും ഒക്കെ പോരാടിയും പോരടിച്ചും ഒക്കെ ജീവിച്ച് വന്ന വ്യക്തികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ സംഭവം അല്ലെങ്കിൽ പോലും നിലവിലെ സാഹചര്യം അവരെ ഏറ്റവും വലിയ ഭയാശങ്കയിലേക്ക് തള്ളിവിടുന്നതാണ്. കാരണം ഒരു ആനയെ തുരത്തുന്നതോ പന്നിയെ തുരത്തുന്നതോ അല്ലെങ്കിൽ കാട്ടുപോത്തതിനെ തുരത്തുന്നതോ പോലെ കടുവയും പുലിയും തുരത്തുക എന്ന് പറയുന്നത് സാധ്യമല്ല. അത് ഒരിക്കലും ഈ പറയുന്ന കർഷകരെ കൊണ്ട് സാധിക്കുന്ന ഒരു വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ വളരെ വലിയ പ്രക്ഷോഭത്തിലാണ്. ബോഡി വിട്ടുകൊടുത്തില്ല. എന്നാൽ മന്ത്രി കേളു, അദ്ദേഹം ഈ മണ്ഡലത്തിന്റെ MLA ആയിരുന്നു. മന്ത്രി കേളു വന്ന് കുടുംബത്തോടും അതേപോലെ ജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്ത് കാര്യങ്ങൾ വിശദീകരിച്ചു. 3 ഡിമാൻഡാണ് ജനങ്ങൾ മുമ്പോട്ട് വെച്ചത്. ഇവർക്ക് കൃത്യമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും, ഈ വീട്ടിൽ ഒരാൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കണമെന്നും, അതേപോലെ തന്നെ ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം. ഇങ്ങനെ 3 കാര്യങ്ങളിൽ അദ്ദേഹം ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ആ ബോഡി വിട്ടുകൊടുത്തത്. ഇന്നിപ്പോൾ രാധ മരിച്ചു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞു. ഈ 2 ദിവസമായിട്ട് ഈ കടുവേനെ ശരിക്കും പറഞ്ഞവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ഈ കടുവേനെ ഇവർക്ക് ഇത്ര ശുഷ്കാന്തിയോടെ കണ്ടുപിടിക്കാൻ പറ്റാത്തത്? ഒന്ന്, കടുവയിൽ നിന്ന് നേരിടുന്ന ഭീഷണി. 2 പറഞ്ഞാൽ ഇത് നമ്മുടെ നാഷണൽ ആനിമൽ ആണ് കടുവ എന്ന് പറയുന്നത്. ഈ കടുവേനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ ഏതെങ്കിലും ഒരു മന്ത്രിസഭ വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വിചാരിച്ചത് കൊണ്ടോ ഒന്നും നടക്കത്തില്ല. അതിന് കൃത്യമായിട്ട് അതിന് മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പാലിക്കുകയും അതേപോലെ തന്നെ ഇതിനകത്ത് കേന്ദ്ര ഫോറസ്റ്റ് വകുപ്പിന്റെ അവർ നിർദ്ദേശം കൃത്യമായിട്ട് കിട്ടി അതിനനുസരിച്ച് മാത്രമേ ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ സാധിക്കൂ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിരന്തരമായി മനുഷ്യനെ വേട്ടയാടുന്ന ഒരു ജീവിയാണെങ്കിൽ മാത്രമേ ഇതിനെ കൊല്ലാൻ കേന്ദ്രം അനുമതി നൽകത്തുള്ളൂ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 2 ദിവസമായിട്ടും അവിടുത്തെ ജനങ്ങളുടെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈ RRTയും ഈ ഫോറസ്റ്റും ഒക്കെയും ഒരു തണുപ്പൻ മട്ടിലാണ് മുമ്പോട്ട് പോകുന്നത്. ജനങ്ങൾ പറയുന്നത് കടുവ അവിടെ തന്നെയുണ്ട്, ഞങ്ങൾ അതിനെ കാണുന്നുണ്ട്, ഞങ്ങൾ അതിന്റെ ശബ്ദം കേൾക്കുന്നുണ്ട്, ഞങ്ങൾ അതിനെ നിരീക്ഷിച്ചപ്പോൾ അത് ഈ പ്രദേശം വിട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷെ ഫോറസ്റ്റ് വിഭാഗം ഇതിൽ തിരച്ചിലിന് പോയിട്ട് ഇത് കടുവയെ കണ്ടെത്തിയില്ല എന്ന് പറയുന്നത് ജനങ്ങളിൽ വളരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി കേളുവും അതേപോലെ തന്നെ വനം വകുപ്പ് മന്ത്രിയായിട്ടുള്ള AK ശശീന്ദ്രനും ഇപ്പോൾ ആ സ്ഥലം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പാടുപെടുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനങ്ങൾ പറയുന്ന അവർക്ക് അവിടെ സ്വൈര്യമായിട്ട് ജീവിക്കണം, അവർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, മക്കളെ സ്കൂളിൽ വിടാൻ കഴിയുന്നില്ല, തൊഴിലിന് പോകാൻ കഴിയുന്നില്ല. 3 ദിവസമാകുന്നു ഇതുവരെയും കടുവനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം കടുവനെ കൊല്ലണം എന്നുള്ളത് തന്നെയായിരുന്നു ജനങ്ങളുടെ ഒരു ആവശ്യമെങ്കിൽ ഇപ്പോൾ അത് മാറിയിട്ട് കടുവനെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് ഒഴിവാക്കി തരണം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കൊണ്ടുവന്നത്. ഇത് ശരിക്കും പറഞ്ഞ ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡിലേയിങ് ആണ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു വെക്കാൻ വേണ്ടി
സാധിക്കും. കാരണം ഈ സംഭവം നടക്കുമ്പോൾ ജനങ്ങൾ മുഴുവനും ഭയങ്കര രൗദ്രഭാവത്തിലാണ്. അവരെ എന്ത് കണ്ണി കണ്ടാലും അതിനെ പ്രതിഷേധിക്കുന്ന ഒരു തലമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ജനങ്ങൾ കുറച്ച് ശാന്തരായിട്ടുണ്ട്. എങ്കിലും പ്രതിഷേധത്തിനൊരു കുറവുമില്ല. ജനങ്ങളുടെ ആവശ്യത്തിന് ഇപ്പോൾ വ്യത്യാസം വന്നിരിക്കുന്നു. കടുവേനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ഫോറസ്റ്റ് വിഭാഗവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ മറ്റ് ഉദ്യോഗസ്ഥ വിഭാഗങ്ങളും ഒക്കെ ആഗ്രഹിച്ചതും ഇത് തന്നെയായിരിക്കും. കാരണം അവരുടെ കയ്യിൽ നിൽക്കാത്ത, അവർ കൂട്ടിയാൽ കൂടുന്നൊരു സംഭവമല്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു ഡിലേ ടാക്ടിക്സ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇനി പൊതുവായിട്ട് വയനാട്ടിലെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ഈ വയനാട് എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ്ഡ് സെന്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശം ഇതിന് പിന്നിലുണ്ടോ എന്നുള്ളത് നമ്മൾ ഇതിൽ നിന്നൊക്കെ പഠിക്കേണ്ടിയിരിക്കുന്നു. കാരണം ജനങ്ങളെ ഒഴിവാക്കാം, പക്ഷെ മൃഗത്തെ ഒഴിവാക്കാൻ പറ്റത്തില്ല. ജനങ്ങളെ വേഗത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വേണമെങ്കിൽ, അല്ലെങ്കിൽ അവരെ തീരുമാനം ഉണ്ടാക്കി അവരെ പ്രതിഷേധങ്ങൾ തടുപ്പിച്ച് അവരെ വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ഈ കടുവേനോ അല്ലെങ്കിൽ ഈ വന്യജീവികളൊക്കെ ഒഴിവാക്കണമെങ്കിൽ അതിന് കുറേ പ്രോട്ടോകോൾസ് ഉണ്ട്. ഈ പ്രോട്ടോകോൾസ് ഒന്നും ഒരുപക്ഷെ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ജനപ്രതിനിധിയോ വിചാരിച്ചാലോ തീരുന്ന പ്രശ്നമല്ല. അപ്പൊ ഈ പ്രശ്നങ്ങളുടെ ഒരു ഡെപ്ത് കിടക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ വളരെ വലുതാണ്. ഈ ഡെപ്ത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ തെരച്ചിലിന് പോയ ആറാട്ട് അംഗമായിട്ടുള്ള ജയസൂര്യ, അദ്ദേഹത്തിന് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായി. കടുവ പിന്നിലൂടെയാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. പിന്നിലൂടെ ആക്രമിച്ചാൽ ഒരു 100% അത് കില്ല് ചെയ്യുക തന്നെയാണ് അത് ചെയ്യാറ് സാധാരണ. കടുവ ഒരിക്കലും ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്യുന്ന ആനിമൽ അല്ല. കാരണം കടുവ എപ്പോഴും പിന്നിലൂടെയാണ് ആക്രമിക്കുന്നത്. പിന്നിലൂടെ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തി കൊല്ലുക എന്നുള്ളതാണ് കടുവയുടെ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള നേച്ചർ. അപ്പോൾ ഇപ്പോൾ കുറച്ചും കൂടെ അലേർട്ട് ആയിട്ടുണ്ടാവും കാര്യങ്ങൾ. കാരണം ഇനിയിപ്പോൾ ഈ ഇങ്ങനെ ഒരു സംഭവം കൂടെ നടന്നപ്പോൾ ആ പ്രദേശത്ത് ജനങ്ങൾ കുറച്ചും കൂടി ഇപ്പൊ ഒരു ഇടസമയം കൊണ്ട് ഒന്ന് തണുത്തിരുന്ന ഒരു പ്രക്ഷോഭം, പ്രതിഷേധം ജനങ്ങളുടെ ഉള്ളിൽ പാളി കത്താൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മന്ത്രി ശശീന്ദ്രൻ ഈ പറയുന്ന രാധയുടെ വീട് വിസിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അദ്ദേഹം കുറെ ലേറ്റ് ആയിട്ടായിരിക്കണം രാധയുടെ വീട്ടിൽ വന്നത്. കാരണം ഈ പ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാം രൂക്ഷമായിട്ടുള്ള പ്രതിഷേധം നേരിടേണ്ടി വരും. പിന്നെ അദ്ദേഹത്തിന് 1-2 പ്രസ്താവനകൾ എന്ന് പറഞ്ഞാൽ അതും വളരെ വിവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തി. ഈ രാധനെ വനഭൂമിയിൽ വെച്ചിട്ടാണ് കടുവ പിടിച്ചതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അത് ജനങ്ങൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നുണയാണ്, ജനങ്ങൾ ചുമ്മാ പ്രതിഷേധം ഉണ്ടാക്കുന്നു എന്നുള്ള തലത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കപ്പെടും. അപ്പോൾ അതൊരിക്കലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ആയിട്ടുള്ള കാരണം അദ്ദേഹം ഉന്നയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രാഷ്ട്രീയക്കാരുടെ വിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണെന്നാണ്. അതൊക്കെ വളരെ ചാബല്യം നിറഞ്ഞതും വിവേകശൂന്യമായിട്ടുമുള്ള ഒരു പ്രസ്താവനയായിട്ടാണ് ജനങ്ങൾ അതിനെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾ ഇദ്ദേഹം ഈ പ്രസ്താവന പിൻവലിക്കണമെന്നുള്ള ശക്തമായ ആവശ്യമുണ്ട്. അപ്പോൾ ജനങ്ങൾ ഏതായാലും ശാന്തരാകുന്നില്ല. അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്നിട്ടുമില്ല. അപ്പോൾ അധികാരികളുടെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഒരു നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് ജനങ്ങൾ ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പഞ്ചാരക്കൊല്ലിയിലെ പ്രക്ഷോഭം അവസാനിക്കുന്നില്ല. കടുവയെ പിടിച്ചിട്ടില്ല, കടുവയെ ഷൂട്ട് ചെയ്ത് കൊന്നിട്ടില്ല. ഇപ്പോൾ ജനങ്ങളുടെ ആവശ്യം എങ്ങനെങ്കിലും ഞങ്ങൾക്കൊന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ ഈ കടുവയെ ഒന്ന് ഒഴിവാക്കി തരണം എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. മറ്റൊരു വീഡിയോ കാണുമ്പോൾ